പാഠം 11 അൽ ഇൽഹാറു വൽ ഇഖ്ലാബു. ഇൽഹാറും ഇഖ്ലാബും ഇതെന്താണ്? സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളാണ് അല്ലേ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ നാം മനസ്സിലാക്കി ചെറിയ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഇവ അല്പം വിശദമായി പഠിക്കാം. അൽ ഇൽഹാറു, ഇൽഹാർ. ഉദാഹരണങ്ങൾ: അൻഅംത അലൈഹിം, അൻഅംത അലൈഹിം. സുക്കൂനുള്ള നൂനിന് ശേഷം ഐന് വന്നപ്പോൾ വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. ഫീ ജന്നത്തിൻ ആലിയ, ഫീ ജന്നത്തിൻ ആലിയ. ജന്നത്തിൻ എന്നതിൽ താഇന് തൻവീൻ കിസറാണ് അല്ലേ. തൻവീൻ കിസറിന് ശേഷം ആലിയ ഐന് വന്നതുകൊണ്ട് വെളിവാക്കിയാണ് ഉച്ചരിച്ചത്. ഇനി നമുക്ക് നോക്കാം. നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ഐന് വന്നതിൻ്റെ ഉദാഹരണങ്ങളാണിവ. നൂനിൻ്റെയും സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ഐന് വന്നതിൻ്റെ ഉദാഹരണമാണ് ഇത് രണ്ടും. ഇവയെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. അൻ അംത എന്നതിൽ നൂനിന് ശേഷം ഐനിനെ വ്യക്തമാക്കി ഓതണം. ഇതുപോലെ തന്നെ അംസ്, ഹാ, ഹാ, ഐന്, ഹാ എന്നീ മറ്റു ഹൽക്കിൻ്റെ അക്ഷരങ്ങളിലും ഇൽഹാർ ചെയ്യണം. ഈ അക്ഷരങ്ങൾ അംസ്, ഹാ, ഐന്, ഹാ, ഐന്, ഹാ ഈ 6 ഹർഫുകൾ ഹൽക്കിൻ്റെ ഹർഫുകളാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഹൽക്കിൻ്റെ ഹർഫുകൾ വന്നാൽ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി ഓതണം. ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ നിയമം ഇൽഹാർ. ഇൽഹാർ എന്താണ്? സാക്കിനായ നൂനിൻ്റെയും സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഹൽക്കിൻ്റെ ഹർഫുകളായ അംസ്, ഹാ, ഐന്, ഹാ, ഐന്, ഹാ ഈ 6 ഹർഫുകളിൽ ഒന്ന് വന്നാൽ വെളിവാക്കി ഓതണം. ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. ഇനി ഓരോന്നിനുമുള്ള ഐനിനുള്ള ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഹർഫുകൾക്കുള്ള ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഹാസിദിൻ ഇദാ ഹസദ്, അത് തൻവീനു ശേഷം അംസ് വന്നതിന് ഉദാഹരണമാണ്. കുഫുവൻ അഹദ്, തൻവീനു ശേഷം അംസ് വന്നു. അതുപോലെ വൻഹർ, സാക്കിനായ നൂനിന് ശേഷം ഹാ വന്നു. യൗമ ഇദിൻ അനിൻ നഈം, യൗമ ഇദിൻ അനി, തൻവീനു ശേഷം ഐന് വന്നു. മിൻ അഹ്ലിൽ കിതാബി, സാക്കിനായ നൂനിന് ശേഷം അംസ് വന്നു. അതുപോലെ ഈ ഓരോ ഹർഫുകൾക്കും ഖുർആനിൽ നിന്ന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. അതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാം. അടുത്തത് അൽ ഇഖ്ലാബു. ഇഖ്ലാബ് എന്താണ്? ഇഖ്ലാബ് കഴിഞ്ഞ പാഠത്തിലുണ്ട് അല്ലേ. മീമായി മറിച്ചു മണിക്കണം. അപ്പോൾ ഇനി ഉദാഹരണങ്ങൾ നോക്കാം. യുംബിത്തു, ഇതിന് യുൻബിത്തു എന്നല്ല ഓതേണ്ടത്. യുംബിത്തു, ഈ സാക്കിനായ നൂനിനെ, ഈ സുക്കൂനുള്ള നൂനിനെ മീമാക്കി മറിച്ചു മണിക്കണം. മീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. യുംബിത്തു. അതുപോലെ മിംബഅദു, മിംബഅദു എന്നതിൽ മിൻ ബഅദു എന്ന് ഓതാൻ പാടില്ല. ഈ സുക്കൂനുള്ള നൂനിനെ മീമാക്കി ഓതണം. മിംബഅദു. കിറാമിൻ ബററ, തൻവീൻ കസറാണ് അല്ലേ, അല്ലെങ്കിൽ കസർ തൻവീനാണ്. അതിനുശേഷം ബാ വന്നാൽ എങ്ങനെയാണ് ഓതേണ്ടത്? കിറാമിൻ ബററ, മീമാക്കി മറിച്ച് മണിക്കണം. ഇനി ബാക്കി നോക്കാം. നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ബാ വന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് മുകളിലുള്ളത്. ഇവയിൽ നൂനിനെയും തൻവീനിനെയും മീമായി മറിച്ചു മണിക്കണം.
നൂനാണെങ്കിലും സുക്കൂനുള്ള നൂനാണെങ്കിലും തൻവീനാണെങ്കിലും അതിനെ മീമായി മറിച്ച് മണിക്കണം. ഇഖ്ലാബിൻ്റെ ഹർഫ് ബാ ആണ്. ബാ എന്നൊരക്ഷരം സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനെയും മീമായി മറിച്ച് മണിക്കണം. ഇതിന് ഇഖ്ലാബ് എന്ന് പറയുന്നു. ഇൽഹാറിന് 6 ഹർഫുകളുണ്ട്. ഹൽക്കിൻ്റെ ഹർഫുകളാണ്. ഈ 6ൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ വെളിവാക്കി ഓതണം. ഇഖ്ലാബിന് ബാ എന്നൊരു അക്ഷരം മാത്രമാണുള്ളത്. ഈ ബാ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം വന്നാൽ അവിടെ മീമായി മറിച്ച് മണിക്കണം. ഇതിനുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.